സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രോഗേറ്റീവ് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയിട്ടാണ്. നമ്മുടെ ബേസിക്കായി നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ്. അതിലൊന്നാണ് ഫാമിലി. ഫാമിലി നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ അല്ലേ, ഈ കുടുംബത്തിൽ എന്താണ് ഒരു കുടുംബം ഇല്ലെങ്കിൽ എന്തില്ല, സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് എന്തില്ല എന്നാണ്, ഒരു ഘടകം തന്നെ ഇല്ലെങ്കിൽ ആ സൊസൈറ്റി തന്നെ എന്താണ് ബിഗ് സീറോ ആയി മാറും. കാരണം ഫാമിലി എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടൊരു ഘടകമാണ്. അതുകൂടാതെ മാരേജ്, കിൻഷിപ്പ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി, ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, ഫങ്ഷൻസ് ഓഫ് ഫാമിലി, ഇങ്ങനത്തെ ഓരോ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ നമ്മുടെ ഫാമിലിയെ പറ്റിയും ഫാമിലിയിലുള്ള ഏതൊക്കെ തരം ഫാമിലിയാണ്, ന്യൂക്ലിയർ ഫാമിലിയാണ്, ജോയിൻറ്റ് ഫാമിലി, അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇൻട്രോഗേറ്റീവ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാർട്ടിൽ. ഓക്കെ, ഇത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ദെൻ meaning and definition, then okay, എന്താണ് ഫാമിലി? നമുക്ക് നോക്കാം. ഫാമിലിയിൽ തന്നെ ജോയിൻറ്റ് ഫാമിലി എന്താണ്, ന്യൂക്ലിയർ ഫാമിലി എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ മലയാളം, അതായത് തറവാട്ടിലുള്ള എല്ലാ എന്താ പറയുക, ഒരു തറവാട്, എല്ലാം ഏട്ടൻ അനിയന്മാരും അച്ഛൻ അമ്മ, അവിടെ മക്കൾ, അവിടെ ഫാമിലീസ്, അവിടെ പേരക്കുട്ടികളെല്ലാം അടങ്ങുന്നതിനാണ് നമ്മൾ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ന്യൂക്ലിയർ ഫാമിലി നേരെ തിരിച്ചാണ്. കാരണം ന്യൂക്ലിയർ ഫാമിലി ആരുണ്ടാവുള്ളൂ, 1-2 കുട്ടികൾ മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ, ന്യൂക്ലിയർ ഫാമിലിയിൽ ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫാമിലി. അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പം അധികം എന്താണുള്ളത്, ന്യൂക്ലിയർ ഫാമിലിയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും സറൗണ്ടിങ്സിൽ കൂടുതലും കാണപ്പെടുന്ന ഫാമിലി ന്യൂക്ലിയർ ഫാമിലിയാണ്. ഓക്കെ, in the previous block, in introducing Indian society, able to aspect of Indian society as a caste, tribe, നമ്മൾ കാസ്റ്റ്, ട്രൈബ്, വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി, അഗ്രേറിയൻ ക്ലാസ്സസ് ഒക്കെ, ഇൻഡസ്ട്രി ആൻഡ് ലേബർ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. ദ വേർഡ് ഫാമിലി ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ റോമൻ വേർഡ് ഫാമുലസ്. അതായത് ഫാമുലസ് എന്ന് മീൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട് FAMULAS, ഫാമുലസ്. ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി ഫസ്റ്റ് പോയിന്റ് ആണ് ഫാമിലി. ഫാമിലി എന്ന വാക്ക് ഉത്ഭവിച്ചത് ഡിറൈവ്ഡ് ഫ്രം റോമൻ വേർഡ്. നമ്മളധികം ഡിസ്കസ് ചെയ്ത വേർഡ്സ് അധികവും ഡിറൈവ് ചെയ്യൽ ഗ്രീക്കിൽ നിന്നാണല്ലേ, പക്ഷെ ഇവിടെ നമ്മുടെ റോമിൽ നിന്നാണ്. റോമൻ വേർഡാണ് ഫാമുലസ്. ഫാമുലസ് എന്ന വേർഡിൽ നിന്നാണ് ഫാമിലി എന്ന വേർഡ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ദ വേർഡ് ഫാമിലി ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ റോമൻ വേർഡ് ഫാമുലസ് വിച്ച് മീൻസ് എ സെർവൻറ്റ് ആൻഡ് ദ ലാറ്റിൻ വേർഡ് ഫാമിലിയ മീനിങ് ഹൗസ് ഹോൾഡ്. അപ്പോൾ ഇതിനൊക്കെ അർത്ഥം എന്താ വരുന്നത്, സെർവൻറ്റ്, ഹൗസ് ഹോൾഡ് എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇൻ ദ റോമൻ law, the word denotes the group of producers and slaves and other servants as well as members of connected common descent. ഒരേ വർഗത്തിൽ പെടുന്ന കുറച്ച് ആളുകൾ എന്നാണ് റോമിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത്. ദ ഫാമിലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൈമറി ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലെ മോസ്റ്റ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ് ഫാമിലി ആൻഡ് സൊസൈറ്റി. ദ ഫാമിലി ഈസ് ദ യൂണിവേഴ്സൽ ആൻഡ് ഓൾഡസ്റ്റ് എമംഗ് ദ അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെ നോക്കിയാലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ഫാമിലി തന്നെയാണ്. ദ ഫാമിലി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദിസ് സെൻസ് ദാറ്റ് ഗിവ്സ് എ ഫ്രെയിം വർക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗൈഡഡ് ബൈ സർട്ടൻ റൂൾസ് ആൻഡ് which are at the roots of family. The meaning of family we can understand better by understand the following definition. അതായത് ഫാമിലി എന്ന് പറയുന്നത് എന്താണെന്ന് നിർവചിക്കാൻ കുറേ അധികം നിർവചനങ്ങൾ നമുക്ക് ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഫാമിലി ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡ്യൂറബിൾ അസോസിയേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്തൗട്ട് ചിൽഡ്രൻ. ഓക്കെ, വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. അതായത് വിത്ത് ആണെങ്കിലും വിത്തൗട്ട് ആണെങ്കിലും, അതായത് കൂടെ കുട്ടികൾ ഉണ്ടെങ്കിലും കൂടെ കുട്ടികളില്ലെങ്കിലും, ചിലപ്പോൾ കുട്ടികളില്ലാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാവും, അതും ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി മീൻസ് മോർ ലെസ് അനേബിൾ ഇറ്റ്സ് ആൻ അസോസിയേഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് children or without children. Okay, next it's a group of persons whose relations to another are based upon who are related to blood such as mother and child and are therefore
കിൻ ടു ദ അനദർ. കിൻഷിപ്പ് നമ്മൾ പറയും, കിൻഷിപ്പ്, KINSH, കിൻഷിപ്പ്. കേട്ടോ, ഇതാണ് കിൻഷിപ്പ്. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ ഉള്ള ഫാമിലി മെമ്പേഴ്സാണ് കിൻഷിപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫാമിലി ഈസ് എ ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ യൂണിറ്റ് കമ്പോസ്ഡ് ബൈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഫാമിലി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ അല്ലേ, ശാസ്ത്രീയപരമായിട്ട് ബയോളജിക്കലി നമുക്ക് എന്താണ് അവർ ശാസ്ത്രീയപരമായിട്ട് ഒരേ ഇതിൽ വരുന്ന ഒരേ എന്താ പറയുക കാറ്റഗറി അല്ലെ, ഒരേ ബ്ലഡ് ആയാലും ശാസ്ത്രീയമായ രീതിയിൽ ഒന്നിച്ച് പോകുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും കുട്ടികളെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ. ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത കുട്ടികൾ അടങ്ങുന്ന, അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു അസോസിയേഷനാണ് ഫാമിലി. അതുകൊണ്ട് ഫാമിലിക്ക് കുറേ നിർവചനം നമ്മളെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നിർവചനം നിങ്ങൾ എഴുതിയാൽ സുഖമായിട്ട് ഇറ്റ്സ് അസോസിയേഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ചിൽഡ്രൻ ഓർ വിത്തൗട്ട് ചിൽഡ്രൻ അല്ലേ. നിങ്ങൾക്ക് മനസ്സിലോർത്ത് എഴുതാൻ പറ്റുന്ന സിമ്പിൾ വേർഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്നതാണ് ഫാമിലി. Broadly speaking, it refers to group of compromising parents and children. It may also refer to some places the party of groups. Their persons desiccated from family is one of the most important social institution. നേരത്തെ നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ്, ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ സൊസൈറ്റി ആൻഡ് മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ലൈഫ്സ് ഓഫ് ഫാമിലി യൂണിറ്റ്. ദ സ്പെസിഫിക് ഫോം ഓഫ് ബിഹേവിയർ പാറ്റേൺസ് ആൻഡ് ഫൗണ്ട് വിത്തിൻ എ ഫാമിലി ഹാവ് ഷോൺ വേരിയേഷൻസ് ത്രൂ ദ അക്രോസ് ദ കൺട്രീസ് ഓഫ് വേൾഡ് ഈവൻ വിത്തിൻ എ കൺട്രി. നമുക്കറിയാം നമുക്ക് ഒരാളുടെ സ്വഭാവ രൂപീകരണം നമ്മുടെ വേൾഡ്, അതായത് ഒരു ഫാമിലിയിൽ നിന്നാണ് ഒരു വേൾഡിലേക്കുള്ള ഒരു പേഴ്സണിൻ്റെ ഒരു എന്താ പറയുക ഗ്രോത്ത് എന്ന് പറയുന്നത്. ഫാമിലിയിൽ നിന്നാണ് അയാളുടെ ക്യാരക്ടർ രൂപപ്പെടുന്നതും. ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരാൾ വളർച്ചയുടെ ഒരു രൂപാന്തരണം പ്രാപിക്കും. അയാൾക്ക് കിട്ടുന്ന ഗുഡ് മൂല്യങ്ങൾ, അതായത് ഗുഡ് മാനേഴ്സ് എല്ലാം ഒത്തിണങ്ങി നല്ലൊരു ഇൻ്റർനാഷണലി നല്ലൊരു ഗുഡ് പേഴ്സണായി മാറുന്നത് അതിൻ്റെ ബേസിക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്, ഫാമിലിയിൽ നിന്നാണ്. ദെൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി. ഫാമിലിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? universal social unit and exists every age and every society. Every person is a member of one family or another. നമുക്ക് എല്ലാ വ്യക്തികളും ആരും റിലേറ്റഡ് ആണ്, ഫാമിലിയുടെ റിലേറ്റഡ് ആണ്. Then financial provision. Every family makes some kind of financial provision. The basic requirements of family can be met by members of family. ബേസിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എക്കണോമിക്കലി ഹെൽപ്ഫുൾ ആണ്, അവർ പരസ്പരം ആരാവും ഹെൽപ്പ് ചെയ്യും. Limited size and nuclear. Family is considered smallest kinship group of basically made of husband and wife and unmarried children. അതായത് ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളുള്ളതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ദെൻ ജോയിൻറ്റ് ഫാമിലി, നമുക്ക് ടെക്സ്റ്റിൽ ചിത്രം, അതായത് നല്ല ഫോട്ടോസ് അടക്കം ജോയിൻറ്റ് ഫാമിലിയുടെ ഫോട്ടോസ്, ന്യൂക്ലിയർ ഫാമിലിയുടെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി? എന്താണ് ഫങ്ഷൻ ഇതിൽ പറയുന്നത്? പ്രൊഡക്ഷൻ ഓഫ് റിയറിങ് ചിൽഡ്രൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ് ആൻഡ് ബയോളജിക്കൽ ഫങ്ഷൻസ്. എന്താണ് ദ ഫങ്ഷൻസ്? എന്തൊക്കെയാണ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഫാമിലി അതൊരു എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കും. ഓക്കെ, 8 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെതോ എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി. എന്താണ് ഫാമിലിയുടെ ഫങ്ഷൻസ്? ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ദെൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ്, എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ബയോളജിക്കൽ നീഡ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ ഓഫ് ചിൽഡ്രൻ. Production of children and provision of home and minimum basic facilities. Provision of home and minimum basic പിന്നെ economic function. Family fulfills some basic facilities. Okay, next പറയുന്നത് socialization. Socialization. നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് യങ്.
പ്രൊട്ടക്ഷൻ ഓഫ് യങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? ഫങ്ഷൻസ് ഓഫ് ഫാമിലി. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ബയോളജിക്കൽ നീഡ്സ്, പ്രൊഡക്ഷൻ ഓഫ് ചിൽഡ്രൻ, ബേസിക് ഫെസിലിറ്റി പ്രൊഡക്റ്റ്, ഇതൊക്കെ പറയാം, അത് നിങ്ങൾക്ക് അറിയാലോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫാമിലി, അതായത് ഏതൊക്കെ? ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിൻറ്റ് ഫാമിലി. ഓക്കെ, ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. മറന്നു പോയത് ടൈപ്സ് ഓഫ് ഫാമിലി. ഫങ്ഷൻസ് ഓഫ് ഫാമിലി, ടൈപ്സ് എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ ടൈപ്സ്, ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി. നെക്സ്റ്റ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിനസ്. അതായത് നമുക്ക് കോമൺസാലിറ്റി, കോമൺ റെസിഡൻസ്, ജോയിൻ ഓഫ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, കോപ്പറേഷൻ ഓഫ് സാരിമെൻ ആൻഡ് റിച്വൽ ബോൺസ്. എന്താണ് റിച്വൽ ബോൺസ്? ദ റിച്വൽ ബോൺസ് എ ജോയിൻറ്റ് ഫാമിലി ടു കൺസിഡർഡ് ആസ് എ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് joint family. Joint family, there's a bond together population of dead ancestors. Okay, then kinship and between the members. എന്താണ് kinship? What is kinship എന്ന് വേറെ തന്നെ ചോദ്യമുണ്ട്. What is kinship? ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ബ്ലഡ് റിലേഷൻ ആണ്, മറന്നു പോകരുത്. ബ്ലഡ് റിലേഷൻസിനാണ് കിൻഷിപ്പിൽ പ്രധാനം. ഓക്കെ, and can be that joint family may consist of members later to there is a more less of anxious agreement that family essentially define joint. Okay, the relationship between men, kinship relations, brothers and sisters, and husband and wife, brothers, sisters, father, mother, ഇതൊക്കെ ചോരബന്ധം, നമ്മളെന്താ പറയുക, ബ്ലഡ് റിലേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് കിൻഷിപ്പ് എന്ന വേർഡ് ഉണ്ടായത്. Then supplemented collection joint family and lineal joint family. Joint family തന്നെ കാറ്റഗറൈസ് ചെയ്ത പലതരം ജോയിൻറ്റ് ഫാമിലീസ് ആണ്. ലീനിയൻ കൊളീഗ്രൽ ജോയിൻറ്റ് ഫാമിലി, സപ്ലിമെൻ്റഡ് ജോയിൻറ്റ് ഫാമിലി, ദ നമ്പേഴ്സ് ഓഫ് ജനറേഷൻസ് ഓഫ് വൺ യൂണിറ്റ്, ദ ഷെയറിംഗ് ഓഫ് കോമൺ പ്രോപ്പർട്ടി. അതായത് ഫാമിലിയിൽ അവിടെ പ്രോപ്പർട്ടി ഷെയറിംഗ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പ്രോപ്പർട്ടി ഷെയറിംഗ് പ്രോപ്പർട്ടി ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ സ്വത്ത് ഭാഗിക്കുന്നതിൽ, അത് ഫാമിലി റിലേറ്റഡ് ആയിട്ടൊരു സംഭവമാണ് പ്രോപ്പർട്ടി ഷെയർ. അതായത് ഫാദറും മദറും അവിടെ സ്വത്ത് ആർക്കാണ് പൊതുവെ സ്വാഭാവികമായിട്ട് അവിടെ കുട്ടികൾക്ക് കൊടുക്കും. ഓക്കെ, then the female members are hardly included to category of the have right to residence of manufacturers until passing the Hindu. ഓരോരോ മത ആചാരപ്രകാരം ഓരോരോ ബിലീഫ്സ് ആണ് അല്ലേ, വിശ്വാസങ്ങളാണ് പ്രോപ്പർട്ടി ഷെയറിംഗ്. അതായത് ഹിന്ദു മതാചാരപ്രകാരം എന്ത് കിട്ടും? പ്രോപ്പർട്ടി ഷെയറിങ്, അച്ഛൻ്റെ അമ്മേൻ്റെ പ്രോപ്പർട്ടി മക്കൾക്കാണ് കിട്ടുന്നത്. ചിലത് എന്തുണ്ട്, ഇസ്ലാം മതപ്രകാരം ചില സ്ഥലത്ത് എന്തുണ്ട്, കുട്ടികളെ ഇങ്ങോട്ട് പെൺവീട്ടിൽ തന്നെ താമസിക്കുന്നത് അല്ലേ, അവിടേക്ക് ആര് വരും? കല്യാണം കഴിച്ചു പോയ മരുമകൻ ഇവിടെ വന്ന് താമസിക്കുന്നു. അങ്ങനെ ഓരോരോ ആചാരപ്രകാരം ഓരോ റിലീജിയന് അനുസരിച്ചിട്ട് എന്ത് മാറുന്നുണ്ട്? ഈ പ്രോപ്പർട്ടി ഷെയറിങ് മാറുന്നുണ്ട്. Next, variability in prevalence of joint family living. Variability, the culturally pattern time of breakup and demographic profile, the influence of education. And then the influence of education is very important in family. Okay, next, then emerging of patterns of family living. Today there are varied patterns of family living. Urban areas, male and female members family may go for gainful employment outside the home. In some families, parents or husband may be living the husband and children, while in some others, members of wife family may be living in the couple and their children, with both of husband and wife going outside the home for gainful employment with the absence of limited availability of ചൈൽഡ് കെയർ ഫെസിലിറ്റീസ് അല്ലേ. നമുക്കറിയാം എന്താണ് എമേർജിങ് ഓഫ് പാറ്റേൺസ് ഓഫ് ഫാമിലി ലിവിങ്. അതൊരു എക്സാമിന് ചോദിക്കും. പാറ്റേൺസ് ഓഫ് ഫാമിലി ലിവിങ്, അതായത് ഫാമിലി താമസിക്കുന്ന പാറ്റേൺസ്, അതായത് പാരൻസിൻ്റെ കൂടെ തന്നെ താമസിക്കുന്ന മകനും മരുമകളും കുട്ടികളും ഉണ്ടാവും. ചില പാറ്റേൺസ് ഓഫ് ലിവിങ് എങ്ങനെ ഓൾറെഡി നോർമലി ദാറ്റ്സ് എ ഫാമിലി, ആൻഡ് അനദർ കേസ് ഓഫ് ഫാമിലി ദ പാരൻസ് ആൻഡ് ആരും അവരുടെ മരുമക്കൾക്ക് ജോലി കിട്ടുമ്പം എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ദെൻ ലിവിങ് ഫെസിലിറ്റീസ് നോക്കിയിട്ട് അവരെങ്ങോട്ട് പോകും? അർബൻ സൊസൈറ്റിയിലേക്ക് മാറും, നഗരത്തിലേക്ക് താമസം മാറും. ദെൻ ഗ്രാമാന്തരീക്ഷത്തിൽ ആര് മാത്രമാവുന്ന റൂറൽ ഏരിയയിലൊക്കെ അധികം എങ്ങനെയാണ്? അച്ഛനും അമ്മയും മാത്രമാണ്.
മിക്കവാറും പേരക്കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ മരുമക്കൾക്കും എവിടെയായിരിക്കും ജോലി? ടൗണിലായിരിക്കും. അപ്പോൾ താമസം മാറും. ചിലപ്പോൾ എന്ത് ചെയ്യും, ചില വൈഫിനെ മാത്രം നാട്ടിലാക്കിയിട്ട് ഹസ്ബൻഡ് എങ്ങോട്ട് പോകും, ഗൾഫിലേക്കൊക്കെ പോകുന്ന ലിവിങ്സ്, അങ്ങനത്തെ കാര്യം. അപ്പോൾ പാറ്റേൺസ് ഓഫ് ഫാമിലി ലിവിങ് പലതരത്തിലുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ഈ പാറ്റേൺസ് ഓഫ് ഫാമിലി ലിവിങ്സിൽ എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഷെയറിങ്. പ്രോപ്പർട്ടി ഷെയറിങ് എന്ന് പറയുന്നത് ഓരോ റിലീജിയൻസ് പ്രകാരം പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്നത് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് റിലീജിയസ് റിലേറ്റഡ് ആണ്. ഓക്കെ.